യെസ്, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഈ അരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ കുറച്ച് അമൃതം പൊടി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് എന്തിനാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നല്ലപോലെ 2-3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കുക. യെസ്, കട്ടയൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന അമൃതം പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് മാറി വരുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്യുക. ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. കൈവിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. യെസ്, നമ്മുടെ അമൃതം പൊടി നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. യെസ്, ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. യെസ്, ഇനി അതിലേക്ക് ശർക്കര നമ്മൾ ഉരുക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചായിട്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ചൂടായതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. യെസ്, ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂടൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൈവച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ കൊണ്ട് നല്ലപോലെ ഉരുട്ടി ചെറിയ ലഡ്ഡു ആക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ ഒരാളിവിടെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ടേസ്റ്റ് എത്തിയിട്ടുണ്ട്. യെസ്, ദേവാംശിന് പിന്നെ സ്വീറ്റ്സൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അവൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുമായിരുന്നു. ഇത് പിന്നെ നമുക്കൊരു 5 മിനിറ്റ്സിൽ ഉണ്ടാക്കാവുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ്. ഷുഗർ നമ്മൾ പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ശർക്കരയാണ് ഉരുക്കി ഒഴിക്കുന്നത്. ഇതിന് ഓൾറെഡി മധുരമുണ്ട്, പിന്നെ ലഡ്ഡു ആകുമ്പോൾ കുറച്ചുകൂടെ മധുരം വേണമല്ലോ. യെസ്, നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള കുട്ടി ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. യെസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.